Guys, it's a piece of advice for high class families. I think for middle class and lower classes, they will take care of these people. അപ്പോൾ ഈ വയസ്സായ ആൾക്കാരുടെ കയ്യിൽ കുറേ കാശുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് റിലേറ്റീവ്സിന് അത് ആഫ്റ്റർ ദം നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ വരും എന്ന് കരുതിക്കോളും. അപ്പോൾ ഡിഗ്നിറ്റി ഇൻ ലൈഫ്, ലൈക്ക് ഡിഗ്നിറ്റി ഇൻ എൻഡ് ഓഫ് ലൈഫ്, അന്തസ്സോടെയുള്ള ജീവിതം, അന്തസ്സോടെയുള്ള മരണം എന്ന് പറയുമ്പോൾ നമ്മൾ രോഗങ്ങളില്ലാതെ പഴുക്കുകയും പുഴുക്കുകയും ഒന്നും ചെയ്യാതെ പട്ടിണിയില്ലാതെ വൃത്തിയായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാം. So it's a request towards the high class family members. Being a home care nurse, I used to visit so many houses every day. So please provide them dignity in life. അന്തസ്സുള്ള ജീവിതം. You people can take their money after അവരുടെ കാലശേഷം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ അന്തസ്സോടെ ജീവിക്കാൻ അനുവദിക്കുക. ലൈക്ക് ഒരു ടീച്ചർ, ഒരു എൻജിനീയർ, ഒരു ഡോക്ടർ, ലൈക്ക് വൈസ് എല്ലാവരും തന്നെ സമൂഹത്തിന് വളരെ നന്മകൾ ചെയ്ത് കുടുംബത്തിനും നന്മകൾ ചെയ്ത് മുന്നോട്ട് വരുന്ന ആൾക്കാരെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ച പ്ലാവില ചിരിക്കേണ്ട. അപ്പോൾ ഒരു സമയത്ത് നമ്മളും അവിടെ എത്തിച്ചേരും ആണല്ലോ. അപ്പോൾ അവരെ അന്തസ്സോടെ ജീവിക്കാൻ അനുവദിച്ച ശേഷം അവരുടെ കയ്യിലിരിക്കുന്നത് നമുക്കെടുക്കാം. അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളത് എടുക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും. അതൊരു പക്ഷേ മാറ്റി ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കും. ഞാൻ അന്തസ്സായിട്ടല്ല ജീവിക്കുന്നത്. സോ എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാനൊരു ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ ആർക്കെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് ചിന്തിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും കിട്ടാതെ പോകും. സോ വെരി കെയർഫുൾ അബൌട്ട് ദിസ്. ലെറ്റ് അവരെ അന്തസ്സോടെ ജീവിക്കാൻ. അന്തസ്സോടെയുള്ള ജീവിതം എന്ന് വെച്ചാൽ വേറെ വലുതൊന്നും നമ്മൾ ചെയ്യണ്ട. അവർക്ക് കിടക്കാൻ നല്ല കട്ടിൽ കൊടുക്കുക, കഴിക്കാൻ നല്ല ഭക്ഷണം കൊടുക്കുക, വൃത്തിയുള്ള അന്തരീക്ഷം കൊടുക്കുക, സ്നേഹത്തോടെ പെരുമാറുക. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കെയർ ആവശ്യമുള്ളതാണ് കൊച്ചുകുട്ടികളും വയസ്സായവരും. കൊച്ചുകുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന വിധം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. ഓർക്കാൻ പോലും പാടില്ല. അതിനകത്ത് അച്ഛന്മാർക്കും ഒരു റോളുണ്ട് അവിടെ. പക്ഷേ അച്ഛൻ ഇല്ലായിരുന്നു. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ റോള് വരുന്നത് ഒരു സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ